തീരുമാനം അറിയണം. എത്ര കാലം വെച്ചാൽ നമ്മളിങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇത് നോക്ക് ശക്തി, നീ എന്റെ മകനായതുകൊണ്ട് ധൃതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനമായിരിക്കും പഞ്ചായത്തിന്റെയും തീരുമാനം. അതെ, അതല്ലേ ന്യായം. അങ്ങനെയല്ലേ? ഇത് നോക്കൂ, 2-3 തലമുറകളായിട്ട് നമ്മുടെ ഗ്രാമത്തിൽ കൃഷിയേ ഇല്ല. നശിച്ചു പോകാൻ പോകുന്ന വ്യവസായത്തിന് നമ്മൾ ജീവൻ കൊടുക്കാൻ പോകുന്നു. എന്താ മോനെ, ഗ്രാമത്തലവന്റെ മോന് ഭ്രാന്ത് പിടിച്ചോ? കുടിക്കാൻ തന്നെ വെള്ളമില്ല, എന്നിട്ട് കൃഷി ഇറക്കാൻ പോകുന്നു. അതല്ലേ പ്രശ്നം. നമ്മുടെ കല്യാണി നദിയിൽ പല വർഷമായിട്ട് വെള്ളമില്ലാതെ വരണ്ടു പോയിരിക്കുക. നമ്മുടെ ബേസിക് നീഡിന് പോലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ വെള്ളമില്ല. അതേ നമ്മുടെ ഗ്രാമം 20 കിലോമീറ്റർ ദൂരത്ത് പൂങ്കുടി നദിയിൽ അധികം മഴ പെയ്യുമ്പോൾ ആർക്കും ഒരു പ്രയോജനമില്ലാതെ മഴവെള്ളമൊക്കെ കടലിലേക്ക് കലക്കപ്പെടുന്നു. ആ വെള്ളമൊക്കെ നമ്മുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വിടാനാണ് എന്റെ പ്ലാൻ. എനിക്കെന്തോ ഈ പിള്ളേര് പറയുന്നത് ശരിയാവും തോന്നുന്നില്ലല്ലേ? എങ്ങനെ തോന്നാനാ? കഴിഞ്ഞ 25 വർഷത്തിൽ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട് വാങ്ങിയിട്ടുണ്ടോ? വീട് വിറ്റിട്ടുണ്ടാവും. ഈ സമയത്ത് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവനും മണ്ണ് വാരുന്നവനൊക്കെ ലാഭം കൊയ്തിട്ട്